എണ്ണയും തിരിയും മേടിക്കാനുള്ള കാശില്ലാത്തോണ്ടാട്ടോ വെറും വിളക്ക് വെച്ചിരിക്കണത്. ഒന്നും തോന്നരുതേ ബോച്ചേ. സ്കൂളിൽ പണ്ട് തുണ്ടുപേപ്പർ വെച്ചുള്ള ശീല. എല്ലാ മാസവും കഷ്ടപ്പാടാണേ, കയ്യിലാണേ ക്യാഷില്ല. ഗ്യാസും റേഷനും ക്യാഷും കിട്ടും നീ ബേഷ തള്ളനെ ഗോച്ചപ്പാ. എൻ്റെ ഗോച്ചപ്പ, എന്തിനാ എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കണേ? ഇപ്പൊ തൊണ്ടേന്ന് വന്ന വെള്ളി സ്വർണ്ണമായിട്ട് എൻ്റെ ഈ ഉള്ളംകൈ തന്നിരുന്നെങ്കിൽ ഞാൻ എത്രമാത്രം സന്തോഷിച്ചേനെ. എന്നാലും എൻ്റെ ഗോച്ചപ്പ, ആ കൊശവൻ നായർ എന്തൊക്കെ പറഞ്ഞ് എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയേ. എല്ലാ ദിവസവും ഗോച്ചപ്പനെ കാണാം, വ്ലോഗ് ചെയ്യാം, യൂട്യൂബ് ചാനലിലിടാം, പിന്നെ ആ സ്വർണ്ണക്കാരി കയറ്റാം, എല്ലായിടത്തും ഫേമസ് ആക്കാം, FB-യിലിടാം. അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് കൊതിപ്പിച്ച എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത്. എന്നിട്ടോ ഇപ്പൊ അന്ത്യാവുന്നവരെ, രാവിലെ തൊട്ട് അന്ത്യാവുന്നവരെ എനിക്ക് അടുക്കളയിൽ നിന്ന് ഇറങ്ങാൻ തീരെ സമയമില്ല. പണിയെടുത്ത് നടു ഒടിയാറായി ഗോച്ചപ്പ. തള്ളാര് വിളി തുടങ്ങി. എനിക്കൊരു ഷാർജ ഷെയ്ക്ക്. വെളുപ്പിന് 4 മണിക്ക് ഈ കോരിച്ചൊരിയുന്ന മഴയത്താണോ ഷാർജ ഷെയ്ക്ക് കയറ്റേണ്ടത്? അടുത്ത തള്ള വിളി തുടങ്ങി. എനിക്കൊരു ചിക്കൻ ബിരിയാണി. ഓ, ചിക്കൻ ബിരിയാണി കയറ്റാഞ്ഞിട്ടുള്ള സൂക്കേടേ ഉള്ളൂ. ഓ, അടുത്തത് ഒരു ഐസ്ക്രീം ഫാമിലി പാക്ക്. ഈ തള്ളക്ക് ഒടുക്കത്തെ ഷുഗർ ആണല്ലോ. എന്നിട്ട് ഇനി ഐസ്ക്രീം ഫാമിലി പാക്ക് കയറ്റാഞ്ഞിട്ടുള്ള കുഴപ്പമുള്ളൂ. മേടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം ഷുഗർ ആയിട്ട് തട്ടിപ്പോക്കോളും. വൈകിട്ട് മേടിച്ചു തരാണ് തള്ളാലേ. ബാലാമണി. ഓ, എന്തോ? അപ്പു വന്നോ? അപ്പു വന്നില്ല. എന്താ ഒന്നും മിണ്ടാത്തെ? നീ ഇതാരോടെങ്കിലും പറയോടാ? ഇല്ലടാ. നീ ഇതാരെങ്കിലും കാണിക്കോടാ? ഇല്ലടാ. നീ എന്ത് മുത്താടാ? പോടി. വേറെ എന്തുണ്ടടാ? നിനക്ക് എന്നാടാ? നീ പോടാ. എനിക്ക് എന്തിന്റെ കേടാടി? നീ പോടാ. പോടി. നീ പോടാ ചക്കരേ. ഞാൻ പറയുന്ന ഒച്ച നീ ആരെങ്കിലും കാണിക്കോടി? നീ കാണിക്കൂലടാ. കേപ്പിക്കോടി? കേപ്പിക്കൂലടാ. നീ അല്ല അള്ളമാടി. അള്ളമാ. നീ എന്റെ എല്ലാമടാ. ആ, ലവ് യുടാ. ഓടാ. ഉമ്മടാ. അയ്യടാ. ലവ് യുടാ. ഉമ്മടാ. സ്വപ്നായിരുന്നോ? എന്നാലും എൻ്റെ ഗോച്ചപ്പാ, ഞാൻ ആ സ്വപ്നത്തിൽ കണ്ട ആ തോൽവി ചെക്കൻ ആരായിരിക്കും? നല്ല സുന്ദരനായിരുന്നു. ആരാ അത്? രഘുവാണോടാ? 2 മുട്ടാണല്ലോ. എന്താടാ സോമ? അവർ രണ്ടുപേരും രാഘവൻ ചേട്ടനായിരിക്കും. എന്താ രാഘവൻ ചേട്ടാ? നല്ല ഷാപ്പിലെ തട്ടും നല്ല ചൂളവടിയും. ചെത്തുകാരൻ തങ്കപ്പൻ ചേട്ടൻ തന്നെ. ദാ വരുന്നേ. ഷോ, ഒന്ന് ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. എന്നാ തണുപ്പാ ഇത്. ഒരു 200 അടിച്ചിരുന്നെങ്കിൽ ആ തണുപ്പങ്ങ് മാറിക്കിട്ടേനെ. ഞാൻ സ്വപ്നത്തിൽ വീഡിയോ ചാറ്റ് ചെയ്തപ്പോ കണ്ട അതേ ഓഞ്ഞ മുഖം. ആരാ? ഞാൻ മണിമോനാ. ആരുടെ മരുമോൻ? ആരുടെയും മരുമോനല്ല, അമേരിക്കയിൽ നിന്ന് വന്ന മനുമോൻ. മനുമോൻ. ആ, പക്ഷെ കണ്ട ആഫ്രിക്കയിൽ നിന്ന് വന്ന ഏതോ കുരങ്ങനെ പോലെ ഉണ്ട് കേട്ടോ. ഒരു കുരങ്ങിനെ വേറൊരു കുരങ്ങിനെ കണ്ടാ തിരിച്ചറിയുള്ളൂ. അതെ അതെ. നീ ആരാ? ഞാൻ ബാലരാമപുരം രമണി. എല്ലാവരും എന്നെ ബാലാമണി എന്ന് വിളിക്കും. പക്ഷെ ഞാൻ ബാലരാമപുരം രമണി എന്ന് വിളിക്കുള്ളൂ. അതെന്താ? എന്നാലേ എനിക്ക് മുണ്ടക്കൻ രമണിയെ ഓർമ്മ വരുള്ളൂ. പിന്നെ ബാലാമണി രാവിലെ തന്നെയോ? ഒരു 10 മണിയൊക്കെ ആവട്ടെ കേട്ടോ. അയ്യോ അതല്ല, കിണറ്റിങ്കരയിലും എല്ലാം കോരി വെച്ചിട്ടുണ്ട്. ബക്കറ്റും അങ്കവും ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ. അതിനും അല്ല. പിന്നെ ഇതെങ്ങനെ ഏതാ സിനിമയ്ക്കകത്ത് കാണിക്കുന്നതാണല്ലോ. 1 4 3 എന്ന് കാണിക്കേ പറ്റപ്പടത്തേ. ഓ 1 4 3. അത് തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ആണോ? ഈ കരയിലുള്ള കുറച്ച് ചൊങ്കൻ ചെക്കന്മാരൊക്കെ ഇതൊക്കെ എന്നോട് പറയാറൊക്കെ ഉള്ളതാ. എന്നതാ? ഐ ലവ് യു അല്ലേ? അയ്യോ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പിന്നെ എനിക്കേ ഒരു 143 രൂപ തരണം. ഓട്ടോക്കൂലി കൊടുക്കാനാ, മീറ്റർ കാശ്. അത് അമേരിക്കന്നാണ് പോലും. അമേരിക്ക. ബാലാമണിക്ക് അറിയോ?
ഞാൻ അമേരിക്കയിലെ ഒരു നേരത്തിന് അന്നത്തിന് വേണ്ടിയിട്ട് എരുന്നിട്ടുണ്ട്. ഇപ്പോഴോ? ഇപ്പൊ 3 നേരത്തെ അന്നത്തിന് വേണ്ടിയിട്ട് എരുന്നോണ്ടിരിക്കുക. ആട്ടെ, മൊത്തം നനഞ്ഞൊക്കെ ഇരിക്കുന്നു. തല തോർത്താനൊരു തോർത്തെടുത്തോണ്ട് വരട്ടെ? അയ്യോ വേണ്ട, ഇത് ശീലം എനിക്ക്. ഞാൻ തന്നെ തോർത്തിക്കോളാം. ശീലമായല്ലോ അല്ലേ? ഇപ്പൊ നന്നായിട്ടുണ്ട്, വന്നതിനേക്കാളും മോഞ്ഞ മുഖമായി. കൊത്തിപ്പറിക്കുക. മനുവേട്ടൻ എങ്ങോട്ടാ? ഞാൻ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമായിരുന്നു. പുറത്തിറങ്ങുമ്പോൾ കാണാൻ പറ്റിയ ശകുനം. വല്ലതും കഴിച്ചായിരുന്നോ? പിന്നെ ഞാൻ രാവിലെ ഒരു 90 അടിച്ചായിരുന്നു. അതല്ല, ഭക്ഷണം വല്ലതും കഴിച്ചായിരുന്നോ? ഓ ഭക്ഷണം അത് കഴിച്ചായിരുന്നു. മേശപ്പുറത്ത് വിളമ്പി വെച്ചില്ലേ, ചോറും മീൻ പൊരിച്ചതും, അത് ഞാൻ കഴിച്ചു. അതിനിവിടെ മീൻ മേടിക്കാറില്ലല്ലോ. അല്ല, ആ ചോറിന്റെ സൈഡിൽ ഇങ്ങനെ മീൻ പൊരിച്ച് ഇരിപ്പുണ്ടായിരുന്നു. ആ ചോറിന്റെ സൈഡിലിരുന്നത്? ആ. അയ്യോ, അതൊരു തുരുമ്പ് പിടിച്ച പിച്ചാത്തിയായിരുന്നു. മീൻ പൊരിച്ച അല്ലായിരുന്നോ? അല്ലായിരുന്നു. പക്ഷെ ഞാനത് കഴിച്ച് നല്ല ടേസ്റ്റ് വരുന്നു. അത് തുരുമ്പിന്റെ ടേസ്റ്റ് ആയിരിക്കും. ആണോ? പിന്നൊരു കാര്യം ഉണ്ട് കേട്ടോ, 90 ഒന്നും അല്ല അടിച്ചിരിക്കണേ. ഞാൻ അളക്കാനൊന്നും നിന്നില്ല, അങ്ങ് കേറ്റുമായിരുന്നു. മല്ലാമണി, എന്തോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? മറ്റേ 143 ആണോ? അതല്ല, അത് നിന്റെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഓട്ടോക്കാരനോട് കടം പറഞ്ഞു. ഇത് വേറൊരു ചോദ്യാ. ചോദിച്ചോളൂ. മല്ലാമണിക്ക് അങ്ങ് അമേരിക്കാവുക്ക് പോകാനായിട്ട് താല്പര്യമുണ്ടോ? അമേരിക്കയ്ക്കോ? താല്പര്യമുണ്ട്, നല്ല താല്പര്യമുണ്ട്. ഉണ്ടാ? ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി പാസ്പോർട്ട് എടുത്തോണ്ട് വാ. എവിടെ ഇരിക്കണെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ തന്നെ എടുത്തിട്ട് വരാം. അയ്യോ മണ്ടി, അത്ര മണ്ടിയൊന്നും അല്ലാട്ടോ ഞാൻ. എന്റെ പോച്ചപ്പാ, നീ ഇതൊന്നും കേൾക്കണില്ലേ? ഈ പൊട്ടിപ്പെണ്ണിന് ഇതുപോലെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങളൊക്കെ നോക്കുമ്പോ ഞാൻ ഇങ്ങോട്ടാ ഓടി വരണേ. അല്ല, അതെന്തിനാ ഇവിടെ പറഞ്ഞേ? ഇതൊക്കെ എവിടെയെങ്കിലും ഒന്ന് ഫില്ല് ചെയ്ത് പറയണ്ടേ? ഓ അതിനാണ്. അമേരിക്കയിലും ജർമ്മനിയിലും ജപ്പാനിലും ചൈനയിലും ആഫ്രിക്കയിലും ഒക്കെ പോയി പഠിക്കണമെന്ന് എനിക്ക് ഇഷ്ടമായ ആഗ്രഹമുണ്ട്. അവിടെയൊക്കെ പോയി പഠിക്കാം. ആദ്യം നീ SLC ഒന്ന് പാസ്സാക്ക്. പിണങ്ങി ഉടനെ. ബാലമണി ഇങ്ങോട്ട് വയ്ക്കേ. 1 4 3. ഇതില്ലാത്ത വരലാണേ, ഈ 3 ഉള്ളൂ.